ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് RMP നേതാക്കളെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു ചർച്ച. CMP നേതാവ് CP ജോൺ ചർച്ചയിൽ മധ്യസ്ഥത വഹിച്ചു. RMP നേതാക്കളായ KS ഹരിഹരൻ, N വേണു, TL സന്തോഷ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. രമയുടെ പരാതി ഗവൺമെന്റ് ഗൌരവപൂർവ്വം പരിഗണിക്കുമെന്നും CBI അന്വേഷണത്തിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല RMP നേതാക്കളോട് പറഞ്ഞു. അതുകൊണ്ട് KK രമയുടെ നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അഭ്യർത്ഥിച്ചു. സംസ്ഥാന ഗവൺമെന്റ് CBI അന്വേഷണത്തിന് എതിരല്ല. പക്ഷേ നിയമപരവും വ്യവസ്ഥാപിതവുമായ മാർഗങ്ങളിലൂടെ മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ അന്വേഷണത്തോട് സഹകരിക്കാനും നിരാഹാര സമരം പിൻവലിക്കാനും ശ്രീമതി രമയും RMPയും തയ്യാറാകണം. എന്നാൽ സമരസമിതിയുമായി ചർച്ചയ്ക്ക് ശേഷം തീരുമാനമറിയിക്കാമെന്നായിരുന്നു RMP അറിയിച്ചത്. 10 മണിയോടെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് RMP നേതാക്കൾ പ്രഖ്യാപിച്ചു. CBI അന്വേഷണത്തിന് സാങ്കേതിക തടസ്സങ്ങളുണ്ടാകാം. എന്നാൽ RMPക്ക് CBI അന്വേഷണം കൂടിയേ തീരൂ. അതിനാൽ സമരം ശക്തമായി തുടരുമെന്ന് RMP നേതാക്കൾ അറിയിച്ചു. കഴിഞ്ഞ 3 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. രമയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അറസ്റ്റുണ്ടാകാനാണ് സാധ്യത. അറസ്റ്റുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ ബാക്കി കാര്യങ്ങൾ അപ്പോൾ ആലോചിക്കുമെന്നും RMP നേതാക്കൾ പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.